സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുമാണ്. ഇത് PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകം പഠിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല. കേരളത്തിൽ കടൽ തീര ദൈർഘ്യം കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ കടൽ തീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? കണ്ണൂരാണ്. കണ്ടൽ വന ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും സുസ്ഥിര പരിപാലനത്തിനും സംരക്ഷണത്തിനും ലക്ഷ്യമിട്ട് യുനെസ്കോ ജൂലൈ 26 ലോക കണ്ടൽ വന സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ലോക കണ്ടൽ വന സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ 26. ജൂലൈ 26 ലോക കണ്ടൽ വന സംരക്ഷണ ദിനം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വന മേഖല ഏതാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. സുന്ദർബൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമേഖല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. മാൻഗ്രൂവ്സ് ഫോർ ദ ഫ്യൂച്ചർ തീരദേശ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി IUCNഉം UNDPയും വികസിപ്പിച്ച സംരംഭമാണ് മാൻഗ്രൂവ്സ് ഫോർ ദ ഫ്യൂച്ചർ എന്നത്. എന്തിനു വേണ്ടിയിട്ട്? തീരദേശ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് IUCNഉം UNDPയും വികസിപ്പിച്ച സംരംഭമാണ് മാൻഗ്രൂവ്സ് ഫോർ ദ ഫ്യൂച്ചർ എന്നത്. ഇനി കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? കല്ലേൽ പൊക്കുടനാണ്. കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കല്ലേൽ പൊക്കുടൻ. കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥയുടെ പേരാണ് കണ്ടൽ കാടുകളിൽ എൻ്റെ ജീവിതം എന്നത്. കണ്ടൽ കാടുകളിൽ എൻ്റെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൽ കടൽ തീര ദൈർഘ്യം കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ലോക കണ്ടൽ വന സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ 26. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമേഖല ഏതാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. മാൻഗ്രൂവ്സ് ഫോർ ദ ഫ്യൂച്ചർ എന്നത് തീരദേശ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് IUCNഉം UNDPയും വികസിപ്പിച്ച സംരംഭമാണ് മാൻഗ്രൂവ്സ് ഫോർ ദ ഫ്യൂച്ചർ എന്നത്. കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കല്ലേൽ പൊക്കുടനാണ്. കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്നത്. ഇനി അടുത്ത ചോദ്യം, കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനും. ഏതാണ്? നബാർഡാണ്. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓർത്ത് വയ്ക്കണം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12 വർഷം പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. നബാർഡ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? ശിവരാമൻ കമ്മീഷനാണ് നബാർഡ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ. നബാർഡ് എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ് നബാർഡിൻ്റെ ആസ്ഥാനം. ഇതൊക്കെ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രസ്താവന ടൈപ്പിലായാലും ചോദിക്കുന്ന ടൈപ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, SBI ആണ്.
1998 റിസർവ് ബാങ്കുമായിട്ട് ചേർന്ന് വിള വായ്പ നൽകുന്നതിനായിട്ട് കിസാൻ ക്രെഡിറ്റ് സ്കീം നബാർഡിൻ്റെ സംഭാവനയാണ്. കിസാൻ ക്രെഡിറ്റ് സ്കീം ഏതിൻ്റെയാണ്? നബാർഡിൻ്റെ സംഭാവനയാണ്. 1998 ഏതുമായിട്ട് ചേർന്നാണ്? റിസർവ് ബാങ്കുമായിട്ട് ചേർന്ന് വിള വായ്പ നൽകുന്നതിനായിട്ട്. കിസാൻ ക്രെഡിറ്റ് സ്കീം നബാർഡിൻ്റെ സംഭാവന. വാണിജ്യ ബാങ്കുകൾ, ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ വഴി ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് ക്രെഡിറ്റ് കാർഡ്, പാസ്ബുക്ക് എന്നിവ നൽകുന്നു. പണലഭ്യത നിലനിർത്തുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമായി ഹ്രസ്വകാല ഫണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വാണിജ്യ ബാങ്കുകൾക്ക് RBI വായ്പ നൽകുന്നു. റിപ്പോ നിരക്ക്. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വാണിജ്യ ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പാ നിരക്കാണ് റിപ്പോ നിരക്ക്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശകളാണ് റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായത്. റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായത് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശകളാണ്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. എല്ലാ പോയിന്റ്സും പ്രധാനപ്പെട്ടതാണ്, ഒന്നും കൂടി നോക്കാം. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡാണ്. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12 നബാർഡ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ശിവരാമൻ കമ്മീഷനാണ്. നബാർഡ് എന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1998 റിസർവ് ബാങ്കുമായിട്ട് ചേർന്ന് വിള വായ്പ നൽകുന്നതിനായിട്ട്, എന്തിനു വേണ്ടിയിട്ട്? വിള വായ്പ നൽകുന്നതിനായിട്ട് കിസാൻ ക്രെഡിറ്റ് സ്കീം എന്തിൻ്റെ സംഭാവനയാണ്? നബാർഡിൻ്റെ സംഭാവനയാണ്. വാണിജ്യ ബാങ്കുകൾ, ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ വഴി ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് ക്രെഡിറ്റ് കാർഡ്, പാസ്ബുക്ക് എന്നിവ നൽകുന്നു. ഇനി പണലഭ്യത നിലനിർത്തുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമായി ഹ്രസ്വകാല ഫണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വാണിജ്യ ബാങ്കുകൾക്ക് RBI വായ്പ നൽകുന്ന നിരക്കാണ് റിപ്പോ നിരക്ക്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശകളാണ് റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായത്. റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1 1935 ഏപ്രിൽ 1. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജലപ്രവാഹം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജലപ്രവാഹം അഗുൾഹാസ് പ്രവാഹമാണ്. അഗുൾഹാസ് പ്രവാഹം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജലപ്രവാഹമാണ് അഗുൾഹാസ് പ്രവാഹം. വടക്കൻ പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് ദിശയിലേക്ക് ഒഴുകുന്ന സമുദ്രജലപ്രവാഹമാണ് കുറോഷിയോ പ്രവാഹം. കുറോഷിയോ പ്രവാഹം എവിടെയാണ്? വടക്കൻ പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് ദിശയിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? കുറോഷിയോ പ്രവാഹമാണ്. കുറോഷിയോ പ്രവാഹം ജപ്പാൻ പ്രവാഹം എന്നും അറിയപ്പെടുന്നു. ജപ്പാൻ പ്രവാഹം എന്നും അറിയപ്പെടുന്നത് കുറോഷിയോ പ്രവാഹമാണ്. ഉത്തര ധ്രുവത്തിലേക്ക് ഉഷ്ണജലം എത്തിക്കുന്നത് ഈ പ്രവാഹമാണ്. എവിടെ? ഉത്തര ധ്രുവത്തിലേക്ക് ഉഷ്ണജലം എത്തിക്കുന്നത് ഈ പ്രവാഹമാണ്. താപനിലയെ അടിസ്ഥാനമാക്കി ജലപ്രവാഹങ്ങളെ ശീതജലപ്രവാഹങ്ങൾ, ഉഷ്ണജലപ്രവാഹങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ശീതജലപ്രവാഹങ്ങൾ, ഉഷ്ണജലപ്രവാഹങ്ങൾ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? താപനിലയെ അടിസ്ഥാനമാക്കിയിട്ട്. കോറിയോലിസ് ബലത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ താഴ്ന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ ജലപ്രവാഹങ്ങൾ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലനത്തിന് സാധ്യതയുണ്ട്. ജലപ്രവാഹത്തിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റാണ് നോട്ട്. നോട്ട് എന്തിൻ്റെയാണ്? ജലപ്രവാഹത്തിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റാണ് നോട്ട്സ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹമായ ഗൾഫ് സ്ട്രീം ഉഷ്ണജലപ്രവാഹത്തിന് ഉദാഹരണമാണ്. ഗൾഫ് സ്ട്രീം എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. എന്തിന് ഉദാഹരണമാണ്? ഉഷ്ണജലപ്രവാഹത്തിന് ഉദാഹരണമാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഉയർന്ന താപനിലയ്ക്കു കാരണം ഗൾഫ് സ്ട്രീം ജലപ്രവാഹമാണ്.
അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് കാനറി പ്രവാഹം. കാനറി പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് അഗുൾഹാസ് പ്രവാഹം. അഗുൾഹാസ് പ്രവാഹം എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അത് ഉഷ്ണജല പ്രവാഹമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് ബെൻഗ്വേല പ്രവാഹം. ബെൻഗ്വേല പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലേതാണ്, ശീതജല പ്രവാഹമാണ്. എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരം പസഫിക് സമുദ്രതീരമാണ്. എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്രതീരം. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലെത്തുമ്പോൾ വേലിയേറ്റങ്ങളുടെ ഉയരം കൂടുന്നു. ഇവയാണ് വാവ് വേലി അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈഡ്സ് എന്നത്. സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലെത്തുമ്പോൾ വേലിയേറ്റങ്ങളുടെ ഉയരം കൂടുന്നു. ഇവയാണ് വാവുവേലി. അമാവാസി പൗർണമി ദിവസങ്ങളിൽ മാസങ്ങളിൽ 2 തവണ വാവുവേലികൾ ആവർത്തിക്കുന്നു. വാവുവേലികൾ മാസത്തിൽ 2 തവണ, അമാവാസി പൗർണമി ദിവസങ്ങളിൽ. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ് അഗുൾഹാസ് പ്രവാഹം. ഇവിടെ തന്നിരിക്കുന്നത് ബൻഗ്വേല പ്രവാഹം, കുറോഷിയോ പ്രവാഹം, ഗൾഫ് സ്ട്രീം, അഗുൾഹാസ് പ്രവാഹം എന്നിവയാണ്. അപ്പോൾ കുറോഷിയോ പ്രവാഹം പസഫിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് ദിശയിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹമാണ്. കുറോഷിയോ പ്രവാഹം ജപ്പാൻ പ്രവാഹം എന്നും അറിയപ്പെടുന്നു. ഉത്തരധ്രുവത്തിലേക്ക് ഉഷ്ണജലം എത്തിക്കുന്നത് ഈ പ്രവാഹമാണ്. ഇനി താപനിലയെ അടിസ്ഥാനമാക്കിയിട്ട് ജലപ്രവാഹങ്ങളെ 2ആയിട്ട് തിരിക്കുന്നു: ശീതജല പ്രവാഹം, ഉഷ്ണജല പ്രവാഹം. കോറിയോലിസ് ബലത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ താഴ്ന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ ജലപ്രവാഹങ്ങൾ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും വ്യതിചലനത്തിന് സാധ്യതയുണ്ട്. കാരണം എന്താണ്? കോറിയോലിസ് ബലം. ജലപ്രവാഹത്തിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ട്സ് ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജലപ്രവാഹമായ ഗൾഫ് സ്ട്രീം ഉഷ്ണജലപ്രവാഹത്തിന് ഉദാഹരണമാണ്. ഗൾഫ് സ്ട്രീം എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അതെന്താണ്? ഉഷ്ണജലപ്രവാഹമാണ്. ഇനി പടിഞ്ഞാറൻ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഉയർന്ന താപനിലയ്ക്ക് കാരണം ഗൾഫ് സ്ട്രീം ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് കാനറി പ്രവാഹം. കാനറി പ്രവാഹം ശീതജല പ്രവാഹമാണ്. അതെവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഇനി അഗുൾഹാസ് പ്രവാഹം നമ്മൾ കണ്ടു, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അത് ഉഷ്ണജല പ്രവാഹമാണ്. ബെൻഗ്വേല പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എന്താണ്? ശീതജല പ്രവാഹമാണ്. എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്നത് പസഫിക്കിലാണ്, പസഫിക് സമുദ്രതീരത്താണ് എൽ നിനോ പ്രതിഭാസം കാണപ്പെടുന്നത്. ഇനി വാവുവേലി എന്താണ്? സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലെത്തുമ്പോൾ വേലിയേറ്റങ്ങളുടെ ഉയരം കൂടുന്നു. അതാണ് വാവുവേലി അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈഡ്സ് എന്ന് പറയുന്നത്. അമാവാസി പൗർണമി ദിവസങ്ങളിൽ മാസങ്ങളിൽ 2 തവണ വാവുവേലികൾ ആവർത്തിക്കുന്നു. വാവുവേലി മാസത്തിൽ 2 പ്രാവശ്യമാണ് ഉണ്ടാകുന്നത്, അമാവാസി പൗർണമി ദിവസങ്ങളിൽ. അടുത്ത ചോദ്യം നോക്കാം. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗാലി. വളർച്ചാ ഘട്ടത്തിനു ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യമാണ് അക്രോമെഗാലി. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. അക്രോമെഗാലിയും ഭീമാകാരത്വം എന്താണെന്ന് മനസ്സിലായി. അടുത്തത്, വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞാൽ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. ഹൈപ്പോതൈറോയിഡിസം മൂലം കുട്ടികളിൽ വളർച്ച മുരടിപ്പും ബുദ്ധിമാന്ദ്യവും ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ. വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ്. ഈ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിന്തളത്തിൽ സംഭരിച്ച് ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുന്നു.
വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നത് വാസോപ്രസിൻ ആണ്. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം കുറയ്ക്കുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്നത്. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുകയും മുലപ്പാൽ ചുരത്തുന്നതിന് സഹായിക്കുന്നതും ഓക്സിറ്റോസിൻ ഹോർമോണാണ്. ഏത് ഹോർമോണാണ്? ഓക്സിറ്റോസിൻ ഹോർമോൺ. ഒന്നും കൂടി നോക്കാം. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിൽ അസ്ഥികൾ വളരുന്ന സാഹചര്യമാണ് അക്രോമെഗലി. വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞാൽ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ. ഹൈപ്പോതൈറോയിഡിസം മൂലം കുട്ടികളിൽ വളർച്ച മുരടിപ്പും ബുദ്ധിമാന്ദ്യവും ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടിനിസം. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ. വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഈ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിന്തളത്തിൽ സംഭരിച്ച് ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുന്നു. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നത് വാസോപ്രസിൻ ആണ്. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുകയും മുലപ്പാൽ ചുരത്തുന്നതിന് സഹായിക്കുന്നതും ഏതാണ്? ഓക്സിറ്റോസിൻ ഹോർമോണാണ്. അടുത്ത ചോദ്യം, പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടത് 73-ാം ഭേദഗതിയാണ്. 73-ാം ഭേദഗതി 1992 പാർലമെന്റ് പാസാക്കിയ 73-ാം ഭേദഗതി 1993 ഏപ്രിൽ 24 നിലവിൽ വന്നു. 1992 പാർലമെന്റ് പാസാക്കി 1903 ഏപ്രിൽ 24 നിലവിൽ വന്നു. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പട്ടിക ഏതാണ്? 11-ാം പട്ടികയാണ്. 11-ാം പട്ടിക. 74-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 12-ാം പട്ടികയാണ്. നഗരപാലികളെ പറ്റി പരാമർശിക്കുന്ന ഭേദഗതിയാണ് 74-ാം ഭേദഗതി. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിൽ നഗരപാലികളെ പറ്റി പരാമർശിക്കുന്ന ഭേദഗതിയാണ് 74-ാം ഭേദഗതി. 74-ാം ഭരണഘടനാ ഭേദഗതി നിയമം ഭാഗം 9A കൂട്ടിച്ചേർത്തത് മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകി. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് MN റോയ്. ജനകീയാസൂത്രണം MN റോയ്. പഞ്ചായത്ത് രാജ് ജവഹർലാൽ നെഹ്റു. ത്രിതല പഞ്ചായത്ത് സംവിധാനം ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്തത് അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനർജീവിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ രാജീവ് ഗാന്ധി ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനർജീവിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ രാജീവ് ഗാന്ധി ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? LM സിംഗ്വി കമ്മീഷൻ ആണ്. തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു.
പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് നിലവിൽ വന്ന പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952. ഒന്നുകൂടി നോക്കാം. പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? 73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1992 പാർലമെന്റ് പാസാക്കി. 73-ാം ഭേദഗതി 1993 ഏപ്രിൽ 24 നിലവിൽ വന്നു. പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 24. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പട്ടിക 11-ാം പട്ടികയാണ്. 74-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പട്ടികയാണ് 12-ാം പട്ടിക. 74-ാമത്തെ ഭേദഗതി എന്താണ്? നഗരപാലികകളെ പറ്റി പരാമർശിക്കുന്ന ഭേദഗതിയാണ് 74-ാം ഭരണഘടനാ ഭേദഗതി. 74-ാം ഭരണഘടനാ ഭേദഗതി നിയമം ഭാഗം 9A കൂട്ടിച്ചേർത്ത് മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകി. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് MN റോയ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് LM സിംഗ്വി കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് നിലവിൽ വന്ന പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാലഗണനാക്രമം ഏത്? വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. കാലഗണനാക്രമം തന്നിരിക്കുന്നത് 2, 4, 1, 3 എന്നിവയാണ്. നോക്കാം. തിരുവിതാംകൂറിലെ അവർണ, ദളിത്, ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇനി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം വീരവർ എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? EV രാമസ്വാമിയാണ് വൈക്കം വീരർ എന്ന് വിളിക്കപ്പെട്ടത് EV രാമസ്വാമി. വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നേതാവ് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ ആരംഭിച്ചത് 1924 നവംബർ 1. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടു. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടു. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം. മേൽമുണ്ട് സമരമെന്നും മാറുമറിക്കൽ സമരമെന്നും അറിയപ്പെടുന്ന ലഹളയാണ് ചാന്നാർ ലഹള. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകളുടെ മാറുമറിക്കുന്നതിനുള്ള അവകാശത്തിനായി നടന്ന കലാപമാണിത്. ചാന്നാർ ലഹളയുടെ ഫലമായിട്ട് 1859 ജൂലൈ 26 തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കുന്നതിനുള്ള അവകാശം നൽകി. അപ്പം ചാന്നാർ ലഹള നടന്നത് എന്നാണ്? ചാന്നാർ ലഹള 1859 മലബാർ കലാപം 1921. വൈക്കം സത്യാഗ്രഹം 1924. ചാന്നാർ ലഹള 1859. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ കലാപം 1921. അടുത്ത ചോദ്യം നോക്കാം.
മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്നത് ഇരുമ്പാണ്. അരുണ രക്താണുക്കളിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിനാണ്. ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി. ശരീരത്തിൻ്റെ പ്രതിരോധശേഷിക്ക് കാരണമായ രക്തകോശങ്ങൾ ശ്വേതരക്താണുക്കളാണ്. പ്രതിരോധശേഷിക്ക് ശ്വേതരക്താണുക്കൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ. മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാത്ത രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്നത് മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യമാണ്. ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യം. രക്തം കട്ടപിടിക്കുന്നതിന് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണുവാണ് ബേസോഫിൽ. ബേസോഫിൽ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണുവാണ് ബേസോഫിൽ. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. ഒന്നുകൂടി നോക്കാം. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഇരുമ്പാണ്. അരുണരക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് അരുണരക്താണുക്കളിലാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി. ശരീരത്തിൻ്റെ പ്രതിരോധശേഷിക്ക് കാരണമാകുന്ന രക്തകോശങ്ങൾ ശ്വേതരക്താണുക്കളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യമാണ്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണുവാണ് ബേസോഫിൽ. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എം ഷാജർ. യുവാക്കളെ വിദ്യാസമ്പന്നരാക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതും യുവാക്കളുടെ അവകാശങ്ങളുടെ സംരക്ഷണത്തിനായി വർദ്ധിക്കുന്നതുമായി രൂപീകരിക്കപ്പെട്ട കമ്മീഷനാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ. സാമ്പത്തികവും സാമൂഹികവുമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന യുവജനങ്ങളിൽ നിയമസഹായം ആവശ്യമുള്ളവർക്കായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറിലൂടെ സേവനം നൽകുന്നതിനുള്ള കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് യൂത്ത് ലീഗൽ സപ്പോർട്ട് സെൻറ്റർ. യൂത്ത് ലീഗൽ സപ്പോർട്ട് സെൻറ്റർ. പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തൽ, കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലിനെക്കുറിച്ച് ബോധവൽക്കരണം എന്നിവയ്ക്ക് വേണ്ടി സേവന സന്നദ്ധരായ ഒരു കൂട്ടം യുവജനങ്ങളെ കണ്ടെത്തുവാനും അവർക്ക് പരിശീലനം നൽകി സർക്കാരിൻ്റെ വിവിധ പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനുമായി കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗ്രീൻ യൂത്ത് പദ്ധതി. ഗ്രീൻ യൂത്ത് പദ്ധതി. കമ്മീഷൻ 9ാം വകുപ്പ് പ്രകാരമുള്ള അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുമ്പോൾ 1908 സിവിൽ നടപടി നിയമ സംഹിതയിൽ കീഴിൽ ഒരു വ്യവഹാര വിചാരണ ചെയ്യുന്ന ഒരു സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. കല സാംസ്കാരിക മേഖലയിൽ നിന്ന് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ 2023-24 വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡിന് അർഹനായത് ബേസിൽ ജോസഫാണ്. ബേസിൽ ജോസഫ്. കായിക രംഗത്ത് നിന്ന് ലോങ് ജംപ് താരവും ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ ജേതാവുമായ ആൻസി സോജൻ അർഹനായി. ആൻസി സോജൻ. വ്യവസായം സംരംഭകത്വ മേഖലയിൽ കേരളത്തിലെ ശ്രദ്ധേയനായ യുവ സംരംഭകനായ സജീഷ് KV അവാർഡിന് അർഹനായി. വ്യവസായം സംരംഭകത്വം സതീഷ് KV. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ CN രാമചന്ദ്രൻ നായരാണ്. CN രാമചന്ദ്രൻ നായർ. 103ാം ഭരണഘടനാ ഭേദഗതി മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ ജൂലൈയിൽ 10% സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 103ാം ഭരണഘടനാ ഭേദഗതി.
സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇ ഗവേണൻസ് പദ്ധതി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 1999 ജൂണിൽ രൂപീകരിച്ച സ്ഥാപനമാണ് ഇൻഫോർമേഷൻ കേരള മിഷൻ. ഇൻഫോർമേഷൻ കേരള മിഷൻ സ്ഥാപിതമായ വർഷം 1999. നിലവിലെ ചെയർമാൻ ഡോക്ടർ സന്തോഷ് ബാബു IAS ആണ്. നിലവിലെ ചെയർമാൻ ഡോക്ടർ സന്തോഷ് ബാബു IAS. അടുത്ത ചോദ്യം, സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹസാന്ത്വനം പദ്ധതി സംസ്ഥാനത്തെ എൻഡോസൾഫാനിഡുകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം പദ്ധതി. ഈ പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായം 2010 ഡിസംബർ മുതൽ നൽകി വരുന്നു. ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്നവർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ഇവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. പദ്ധതിയുടെ പേര് സ്നേഹസ്പർശം. ശ്രവണ വൈകല്യം നേരിടുന്ന 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനും അനുബന്ധ സേവനങ്ങളും സൗജന്യമായി ഉറപ്പാക്കുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങളുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 9 ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളുമാണ് നോക്കിയത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ടതാണ്, പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.